ആലത്തൂർ CPM-ന്റെ പൊന്നാപുരം കോട്ടയാണ്. കഴിഞ്ഞ 2 തവണയും ആലത്തൂരിൽ KD പ്രസന്നൻ 35,000-ൽ പരം വോട്ടുകൾക്കാണ് ജയിച്ചിട്ടുള്ളത്. CPM-ന്റെ ഈസി വാക്ക് ഓവർ സീറ്റുകളിലൊന്ന്. ഇത്തവണ സിറ്റിംഗ് MLA മാറ്റി TM ശശിയെ മത്സരിപ്പിക്കുന്നു. KN ഫെബിൻ UDF സ്ഥാനാർത്ഥിയായിട്ടും KV പ്രസന്നകുമാർ LDF സ്ഥാനാർത്ഥിയായിട്ടും വരുന്നു. നമുക്ക് ട്രെൻഡ് പെട്ടെന്ന് അറിയാം. കൗതുകമില്ലാത്തൊരു മണ്ഡലമാണ്. വരട്ടെ. സംശയമേതുമില്ല, വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു മുൻകൈ അവിടെ LDF-നെ സംബന്ധിച്ചുണ്ട്. ആ മണ്ഡലത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്. 20% വ്യത്യാസം കഴിഞ്ഞ തവണത്തെ ഒരു പാറ്റേൺ. സ്വാഭാവികമായിട്ടും കേരളത്തിൽ തന്നെ CPM-ന്റെ അല്ലെ ലെഫ്റ്റിന്റെ ആദ്യ 10 സീറ്റുകളൊന്നാണ് ആലത്തൂർ. ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു KK ശൈലജ ടീച്ചറിന് മുമ്പ് ഏറ്റവും വലിയ ഭൂരിപക്ഷം 50,000-ലധികം വോട്ടുകൾ M ചന്ദ്രൻ അവിടുന്ന് വലിയ മാർജിന് ജയിച്ചു. അതൊരു പാർട്ടി കോട്ടയാണ്. അപ്പം പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നുമില്ല. ഈ ആലത്തൂരിലെ ലീഡ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലും K രാധാകൃഷ്ണൻ ജയിക്കുമ്പോൾ ഈ ആലത്തൂരൊക്കെയും ഇടത് സ്വഭാവം കാണിച്ചതാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു ലീഡ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഈ സർവേ പ്രൊജക്ട് ചെയ്യുന്നതിനെ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് പോലും തള്ളിപ്പറയാൻ സാധ്യതയില്ല ആലത്തൂരിന്റെ കാര്യത്തിൽ. അവിടെ 20,000-ൽ കുറവ് വോട്ടിന് LDF ജയിച്ചിട്ടേ ഇല്ല. 2011 മുതലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താൽ M ചന്ദ്രൻ ആദ്യം ജയിക്കുന്നു, പിന്നെ KD പ്രസേനൻ തുടർച്ചയായി 2 തവണ ജയിക്കുന്നു. ഇപ്പോൾ ഇത്തവണ TM ശശി വലിയ തോതിൽ ലീഡ് നേടുമെന്നാണ് ഈ സർവേ പ്രൊജക്ട് ചെയ്യുന്നത്.